ഹായ് എവ്രിവൺ. നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കാണുന്നവരാണോ? അല്ലാന്നുണ്ടെങ്കിൽ പൊതുവായൊരു സ്ഥലത്ത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ, അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ഇത്തരം രീതിയിൽ പെരുമാറുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കറിയാം, ഒന്നല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അപ്പൊ ഇത്തരം പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും അവരുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക അവരുടെ പെരുമാറ്റത്തെ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് അല്ലെ, ഒരു കുട്ടി ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുന്നു, അല്ലാന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ട് അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരം പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിനെ ഒന്നല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കും. നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ വരെ പെരുമാറ്റമാണെങ്കിലും അത്തരം പെരുമാറ്റത്തിന് കാരണമായിട്ടുള്ള ഇമോഷൻസ് പലതും അവരുടെ ഉള്ളിലുണ്ടാവാം. ദേഷ്യമോ വിഷമമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട രീതിയിൽ സ്നേഹമോ ശ്രദ്ധയോ അംഗീകാരമൊക്കെ കിട്ടാണ്ടാവുമ്പോൾ അത് അവരുടെ ഉള്ളിൽ നിറവേറ്റപ്പെടാത്ത ആവശ്യങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കാം. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവാത്ത നീഡ്സ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പെരുമാറ്റത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം കാണാനായിട്ട് നമുക്ക് സാധിക്കും. പെരുമാറ്റം ഒരു ആശയവിനിമയമാണ്. നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ ഇമോഷൻസ് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടിക്കോ മുതിർന്ന ഒരാൾക്കോ എന്തെങ്കിലും കാര്യങ്ങളിൽ സഹായം വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് അവരുടെ വേർഡ്സിലൂടെ പറയാനായിട്ട് അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് അവരുടെ പെരുമാറ്റത്തിലൂടെ റിഫ്ലക്ട് ചെയ്ത് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അവരുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാണ്ട് അവോയ്ഡ് ചെയ്ത് വിടുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ പലതരം പ്രശ്നങ്ങൾ കാണേണ്ടി വരും. ഇനിയിപ്പോ നമ്മൾ അവരുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ കാണേണ്ടി വരുന്ന പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കുറയ്ക്കാൻ അത് സഹായിക്കും. ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരെ മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് തോന്നലുണ്ടാകുമ്പോഴാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി കളിപ്പാട്ടം കിട്ടാണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയാ, നീ കളിപ്പാട്ടം കിട്ടാത്തതുകൊണ്ടാണല്ലേ ഭയങ്കര വിഷമിച്ചിരിക്കണേ, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ആശ്വാസം തോന്നും. അങ്ങനെ നമ്മൾ കാമായിട്ട് അവരെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ അവരുടെ ഇമോഷൻ അവിടെ അഡ്രസ് ആവുന്നുണ്ട്. കുട്ടികളിൽ അവരുടെ ബ്രെയിനിന്റെ വികാരഭാഗമാണ് ചിന്താഭാഗത്തിനാട്ടി മുമ്പ് വികസിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യോ ഇമോഷണൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ കുട്ടിയുടെ ബ്രെയിന് പതുക്കെ സർവൈവൽ മോഡിലോട്ട് പോകും. സർവൈവൽ മോഡിലോട്ട് പോകുമ്പോൾ കുട്ടിക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കാനുള്ള കഴിവ് കുറയും, അതുപോലെ ചിന്തിക്കാനുള്ള ശേഷി കുറയും, സെൽഫ് കൺട്രോളും കുറയും. അപ്പൊ നമ്മൾ കുട്ടീനെ കേട്ട് മനസ്സിലാക്കി കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്തു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ബ്രെയിന് പതുക്കനെ കാമായിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകും. അപ്പൊ മാത്രമാണ് കുട്ടിക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും അതുപോലെ തന്നെ കുട്ടിക്ക് നന്നായി പഠിക്കാനും സഹകരിക്കാനൊക്കെ കഴിയുള്ളൂ. മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇമോഷണൽ നീഡ്സ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പെരുമാറ്റത്തിലോട്ട് നയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, എന്നെ ആരും കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ എന്നോട് ആർക്കും സ്നേഹമില്ല, അല്ലെങ്കിൽ എന്നെ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ അനുഭവപ്പെടാം. ഇനി സെൽഫ് കൺട്രോൾ കുറവായ ഒരാൾക്കാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത പേടിയും ആൻസൈറ്റി ഒക്കെ ഉള്ളിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇമോഷണൽ നീഡ്സ് മീറ്റ് ആവാണ്ടിരിക്കുമ്പോൾ അത് അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സിലോട്ട് നയിക്കാം. ഇനി ഇമോഷൻസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ പെരുമാറ്റത്തിൽ പലതരം പ്രശ്നങ്ങൾ കാണുന്ന സിറ്റുവേഷൻസ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു കുട്ടിക്കാണെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം, ശ്രദ്ധ, അംഗീകാരം ഇതൊക്കെ കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് തോന്നും. എന്നാൽ ഇതൊന്നും ലഭിക്കാണ്ടാകുമ്പോൾ കുട്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന് ഇപ്പൊ മാതാപിതാക്കൾ ഫോണിൽ തിരക്കിലാണെങ്കിൽ കുട്ടി കുറെ വട്ടം വിളിച്ചിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കാണ്ടാകുമ്പോൾ കുട്ടി കരയാനും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങും. അവിടെ കുട്ടിക്ക് വേണ്ടതെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയാണ്. ഒരു കുട്ടി തെറ്റായ രീതിയിൽ പെരുമാറി സ്വാഭാവികമായിട്ടും നമ്മൾ ആ കുട്ടീനെ ശിക്ഷിക്കും. അപ്പൊ ശിക്ഷ കൊടുക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലെ ദേഷ്യം ഒന്നുകൂടെ കൂടാനോ അല്ലെങ്കിൽ കുട്ടിക്ക് പേടി വരാനോ ചാൻസ് ഉണ്ട്. കുട്ടി അത്തരം രീതിയിൽ പെരുമാറാൻ ചിലപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ പലതരം ഇമോഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ആ പെരുമാറ്റത്തിന് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ കുട്ടിയുടെ ഉള്ളിൽ ഇമോഷൻസ് അതുപോലെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആ പെരുമാറ്റം കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിൽ പിന്നീട് തിരിച്ചു വരാനും ചാൻസസ് ഉണ്ട്. അപ്പൊ കുട്ടിയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് എംപത്തറ്റിക് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ അവിടെ കുട്ടിക്ക് ഇമോഷണൽ സെക്യൂരിറ്റി തോന്നാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇമോഷണൽ സെക്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കാമായിട്ട് കേട്ടിരിക്കുക, അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക, കാര്യങ്ങൾ പറയാൻ അവരെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഒരാൾക്ക് ഇമോഷണൽ സെക്യൂരിറ്റി തോന്നും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കാൻ നിൽക്കുക. അപ്പൊ നമ്മൾ കുട്ടിയുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ശകാരിക്കാണ്ട് കാമായിട്ട് കുട്ടിയുടെ അടുത്ത് എന്താ സംഭവിച്ചത് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കരുതലോടെ ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഇമോഷണൽ സെക്യൂരിറ്റി അനുഭവപ്പെടും.
ഇമോഷണൽ വാലിഡേഷൻ എതിർപ്പ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയണം. അപ്പൊ നമ്മൾ അതെല്ലാം കേട്ടിട്ട് ശരിയായി നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസം അതിൽ നിന്ന് കിട്ടും. അവരുടെ ഇമോഷണൽ ഇന്റൻസിറ്റി അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇമോഷൻസ് കാമാക്കും. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാനുള്ള ചാൻസസ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ കാമാവുമ്പോൾ തന്നെ നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകുമ്പോൾ ഒക്കെ അത് സ്വീകരിക്കാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശരിയാണ് എന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇമോഷണൽ വാലിഡേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇമോഷണൽ വാലിഡേഷൻ നടക്കുമ്പോൾ തന്നെ കുട്ടിക്ക് തന്നെ ആരെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. കൂടുതൽ വിശ്വാസവും സുരക്ഷയൊക്കെ അനുഭവപ്പെടും. ഇമോഷണൽ വാലിഡേഷൻ എതിർപ്പ് കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഒരാള് നമ്മുടെ അടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയണം. അപ്പൊ നമ്മൾ അതെല്ലാം കേട്ടിട്ട് ശരിയായി നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസം അതിൽ നിന്ന് കിട്ടും. അവരുടെ ഇമോഷണൽ ഇന്റൻസിറ്റി അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇമോഷൻസ് കാമാക്കും. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാനുള്ള ചാൻസസ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ കാമാവുമ്പോൾ തന്നെ നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകുമ്പോൾ ഒക്കെ അത് സ്വീകരിക്കാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശരിയാണ് എന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇമോഷണൽ വാലിഡേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇമോഷണൽ വാലിഡേഷൻ നടക്കുമ്പോൾ തന്നെ കുട്ടിക്ക് തന്നെ ആരെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. കൂടുതൽ വിശ്വാസവും സുരക്ഷയൊക്കെ അനുഭവപ്പെടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടി മാർക്ക് കുറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ച് വീട്ടിൽ വന്നിരുന്ന് കരയുകയാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ അടുത്ത് പറയാം, പോട്ടെ നീ മാർക്ക് കുറഞ്ഞിട്ടാണ് കരയണേന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാരില്ല നീ ഇത്തവണ എന്തായാലും നന്നായി ശ്രമിച്ചല്ലോ, അടുത്ത തവണ നമുക്ക് ഇതിൽ മാർക്ക് മേടിക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടിക്ക് അവിടെ പകുതി ആശ്വാസം. ഇമോഷണൽ അവയർനെസ് ഉണ്ടാവുമ്പോൾ അത് സെൽഫ് കൺട്രോൾ കൂട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ കുട്ടി മനസ്സിലാക്കുകയാണ് താൻ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുക എന്നുള്ളത്. അത് റിയലൈസ് ചെയ്യുമ്പോൾ കുട്ടി ബാക്കിയുള്ളവരെ പിടിച്ചടിക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള ചാൻസസ് അവിടെ കുറവായിരിക്കും. ഇപ്പൊ മുതിർന്ന ഒരാൾ ഭയങ്കര സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ ആള് മനസ്സിലാക്കുകയാണെങ്കിൽ ആള് ബാക്കിയുള്ളവരോട് പെട്ടെന്ന് കയറി ദേഷ്യപ്പെടാനുള്ള സിറ്റുവേഷൻ അവിടെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഇമോഷനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാവുമ്പോൾ സെൽഫ് കൺട്രോൾ ഉണ്ടാവും. സെൽഫ് കൺട്രോളിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ അവെയർ ആവാന്നുള്ളതാണ്. കുട്ടികളുടെ ലൈഫിൽ കളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അവരാരോടും ഷെയർ ചെയ്യാത്ത പേടികളോ വിഷമമായിട്ടുള്ള കാര്യങ്ങളോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പോലും അറിയാണ്ട് അവർ സേഫ് ആയിട്ടുള്ള രീതിയിൽ അത് പുറത്തോട്ട് വിടും. ഇപ്പോൾ പ്ലേ തെറാപ്പിയിലൂടെ കളികളും കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ ഉള്ളിലെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾ പോലും അറിയാതെ അവരുടെ ഉള്ളിലെ പേടിയുള്ള കാര്യങ്ങളും വിഷമമുള്ള കാര്യങ്ങളൊക്കെ അവർ സേഫ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അത് അവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനസ്സിനെ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സയാണ് കളി എന്ന് പറയുന്നത്. സുരക്ഷിതമായിട്ടുള്ള ബന്ധങ്ങളാണ് നല്ല പെരുമാറ്റം വളരുന്നത്. നല്ല സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ബിഹേവിയർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടിക്ക് തന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ തന്നെ കുട്ടി കൂടുതൽ സഹകരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നല്ല റിലേഷൻഷിപ്സ് നമ്മുടെ ചുറ്റുപാടുണ്ടാകുമ്പോൾ അത് നമ്മുടെ ബിഹേവിയറിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള ചില മാർഗങ്ങൾ നോക്കാം. ഒരാൾ നമ്മുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയറി ഇടപെടാതെ അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിനെ വേഗം കയറി കറക്റ്റ് ചെയ്യാൻ നോക്കാതെ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. പെട്ടെന്ന് കയറി നമ്മൾ ഭയങ്കര റിയാക്ട് ചെയ്യാതെ കാമായിട്ട് അവർ പറയുന്നത് കേട്ടിരിക്കുക. അതുപോലെ കുട്ടികൾക്ക് ഇമോഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ പേരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ ഇമോഷണൽ സെക്യൂരിറ്റി തോന്നും. ഇമോഷണൽ സെക്യൂരിറ്റി അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നല്ല രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പെരുമാറ്റം യഥാർത്ഥ പ്രശ്നമല്ല, അതൊരു സൂചനയാണ്. അതിന്റെ വേര് കിടക്കുന്നത് ഇമോഷൻസിലാണ്. ഇമോഷൻസിനെ അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള മാറ്റം പെരുമാറ്റത്തിൽ കാണപ്പെടും. അപ്പൊ നമ്മൾ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യുമ്പോൾ അത് ആളുകളെ വീക്ക് ആക്കല്ല ചെയ്യുന്നത്, കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയേ ഉള്ളൂ. ഇമോഷൻസ് കാമാവുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റം അവിടെ ഉണ്ടാവും. താങ്ക് യു.